നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. എൻ്റെ ഹോളിഡേയ്സ് ഒക്കെ 10 ദിവസം ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെയൊക്കെ 10 ദിവസം ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കറക്കായിരുന്നു. കറങ്ങി വന്നപ്പോൾ എന്താ പറയുക, വീണ്ടും അസുഖങ്ങൾ വന്നു. തൊണ്ട വീണ്ടും പ്രശ്നമായി. പിന്നെ ഇപ്പം ശരിയായി വരുന്നുള്ളൂ, സൗണ്ട് ഒന്നും ശരിയായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് വിളിച്ചിട്ട് മടി പിടിച്ചിരിക്കുക. മടി പിടിച്ചിരിക്കുന്നതല്ല, ഈ തൊണ്ട പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താണ് പൊട്ടറ്റോ വെഡ്ജസ്. അപ്പൊ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ഇഷ്ടം പൊട്ടറ്റോ വെഡ്ജസ് ആണ്. എപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ ഓർഡർ ചെയ്യുമ്പോഴും ഇതാണ് ഓർഡർ ചെയ്യാറുള്ളത്. അത് നമുക്ക് സ്പൈസി ആയിട്ടും ചെയ്യാം, സ്പൈസി അല്ലാതെയും ചെയ്യാം. ഇന്നത്തെ ഞാൻ വീഡിയോ ഇച്ചിരി സ്പൈസി ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീട്ടിൽ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈസിയായി പൊട്ടറ്റോ വെഡ്ജസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ ടൈപ്പ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഉള്ളതിൽ വെച്ചിട്ട് ചെറുതാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 6 പൊട്ടറ്റോനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൊട്ടറ്റോ ആണെങ്കിലും ഉപയോഗിക്കാം. അതായത് വലിയ പൊട്ടറ്റോ അല്ലെങ്കിൽ മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറുത് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. അത് മാത്രമല്ല, പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പൊട്ടറ്റോ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? നാട്ടിലൊക്കെ കിട്ടുന്നത് വളരെ നൈസ് ആയിട്ടുള്ള ഒരു ക്രീം കളർ തൊലിയുള്ള പൊട്ടറ്റോ ആയിരിക്കും. അതേസമയം കുറച്ചും കൂടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബ്രൗണിഷ് കളർ ആയിരിക്കും. തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടറ്റോ ആണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇത് റെഡ് പൊട്ടറ്റോ ആണ്. എൻ്റെ നൈബർ എനിക്ക് തന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ്. ഒട്ടും തന്നെ ഇതിൽ മണ്ണോ ചെളിയോ ഒന്നുമില്ല. അത് പ്രത്യേകിച്ചും ഉറപ്പ് വരുത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് ഈ പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് ഒട്ടും തന്നെ തൊലി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പൊട്ടറ്റോ വെഡ്ജസിന് തൊലി ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ തൊലിയോട് കൂടി തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോഴാണ് ക്രഞ്ചി എന്നൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പൊട്ടറ്റോനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു പൊട്ടറ്റോ നമുക്ക് എടുക്കാം. നമ്മളെ മധുരക്കിഴങ്ങില്ലേ, അതായത് കപ്പക്കിഴങ്ങ് ഞങ്ങളുടെ നാട്ടിൽ പറയും, അത് വെച്ചിട്ട് നമുക്ക് ഈ സെയിം സംഭവം ഉണ്ടാക്കാം കേട്ടോ. കുറച്ചും കൂടെ സ്വീറ്റ് ആയിരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഇതിപ്പോൾ സാധാരണ പൊട്ടറ്റോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നമുക്കതിനെ ജസ്റ്റ് ആദ്യം തന്നെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഹാഫായിട്ട് മുറിച്ചല്ലോ. ഈ ഹാഫായിട്ടിരിക്കുന്ന പൊട്ടറ്റോനെ വീണ്ടും നമുക്ക് ഹാഫാക്കാം. ഇതിന് വീണ്ടും നമുക്ക് ഇതിന് പകുതിയായിട്ട് മുറിക്കാം. കണ്ടോ? അപ്പോൾ അതേപോലെ തന്നെ ഈ പീസിനെ വീണ്ടും നമുക്ക് പകുതിയാക്കാം. അങ്ങനെ ഒരു പൊട്ടറ്റോയിൽ നിന്ന് നമുക്ക് 8 പീസ് ആ മൂലയോട് മൂല ചേർത്ത് മുറിച്ചാൽ മതി. ഇങ്ങനെയാണ് നമുക്ക് പൊട്ടറ്റോ വെഡ്ജസിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബാക്കിയെല്ലാം പൊട്ടറ്റോ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോൻ്റെ പീസ് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 10-20 മിനിറ്റ് നമുക്കിത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സസൈസിൽ സ്റ്റാർച്ചില്ലേ അങ്ങ് പൊക്കോളും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ അത് സഹായിക്കും. ഞാനിപ്പോൾ എല്ലാ പൊട്ടറ്റോ ഇതേപോലെ തന്നെ പീസായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി വീണ്ടും വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ കണ്ട കലങ്ങിയിരിക്കുന്ന പോലെ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വീണ്ടും വാഷ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. ഞാനിപ്പോൾ വെള്ളം മാറ്റിയിട്ടുണ്ട്, നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഭവം, സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു 3/4 ഭാഗം കുക്കായാൽ മാത്രം മതി. അതായത് ഒരു 75% കുക്കാവുന്ന സമയത്ത് നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി എടുക്കുക. ആ കടായിലോട്ട് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു കടായിൻ്റെ 3/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഉപ്പ് രസം ഉണ്ടായിരിക്കണം കേട്ടോ. ഓവറായിട്ട് ഉപ്പിടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര മതി. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ ഓൺ ചെയ്തിരിക്കുന്നത്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് പതുക്കെ നമ്മുടെ പൊട്ടറ്റോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, വെള്ളം മുകളിലേക്ക് തെറിക്കാതെ സൂക്ഷിക്കുക.
കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ 3/4 ഭാഗം വേവിച്ച് തണുത്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ആവശ്യമുള്ള സമയത്ത് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്താൽ മതി. അതങ്ങനെയാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആണെങ്കിലും ഈ വെഡ്ജസിൻ്റെ ആണെങ്കിലും പാക്കറ്റിൽ നമുക്ക് ഫ്രോസൺ കിട്ടാറില്ലേ, അങ്ങനെയാണ് സൂക്ഷിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഞാൻ പറഞ്ഞ പോലെ 3/4 ഭാഗം കുക്കാവട്ടെ. അപ്പം അതിനൊരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം പിടിക്കും. പിന്നെ ഓരോ പൊട്ടറ്റോ അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൊട്ടറ്റോ അനുസരിച്ച് വേണം സമയം നിശ്ചയിക്കാൻ. അപ്പോൾ എനിക്ക് എത്ര സമയം എടുത്തു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇടയ്ക്കൊന്ന് നോക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന പൊട്ടറ്റോ വ്യത്യാസം ഉണ്ടാവേ. ഏകദേശം ആവാറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് എടുക്കും. അപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പൊട്ടറ്റോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതേപോലെ പൊട്ടറ്റോ എടുത്തിട്ട് ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിലോട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇങ്ങനെ ഒടിയുന്നുണ്ട്. അപ്പോൾ 3/4 ഭാഗം കുക്കായിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കോരി ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെക്കാം. ഇതേ, അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, അതേ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോൻ്റെ ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കണം. ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യലാണെന്ന് പണി. പക്ഷേ എനിക്കെപ്പോഴും ആ ഒരു നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ക്രഞ്ചി ഫീലിംഗ് എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ വേറെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ KFC ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റീസെൻ്റ് ആയിട്ടാണ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇതുപോലെ പൊട്ടറ്റോ വെഡ്ജസിൻ്റെ വീഡിയോ ഞാൻ കാണാനിടയായത്. അങ്ങനെ ആ കുട്ടി പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായി വന്നു. അപ്പോൾ ഞാൻ അതാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, ആ പയ്യൻ ചെയ്തിരിക്കുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ സെയിം തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്ന, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. കാരണം അത്ര പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് മതി കേട്ടോ പൊടികളൊക്കെ. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ട ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാനിവിടെ ഉപയോഗിക്കുന്ന അപ്പത്തിന് ഉപയോഗിക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് എരിവ് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന മുളക് പൊടി അതുപോലെ ക്രഷ്ഡ് ചില്ലി ഒന്നും ഇട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചതച്ച മുളക് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. കാണാനൊരു ചന്തവണ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഒരു അല്പം കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കാം. അതും ഒരു അല്പം മാത്രം മതി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം പെപ്പർ പൗഡർ, എല്ലാം കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും ഇടാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് ഒറിഗാനോ ആണ്. ഒറിഗാനോ താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഒരു ഒറിഗാനോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ബേസിലോ അല്ലെങ്കിൽ റോസ്മേരി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള അത് ഇട്ട് കൊടുത്താൽ മതി. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു അല്പം ഗാർലിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചോ അല്ലെങ്കിൽ അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നു മാത്രം. അപ്പം എൻ്റെ അടുത്ത് ഗാർലിക് പൗഡർ ഉള്ള കാരണം ഞാൻ 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാ ആവശ്യത്തിലുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ അവർ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടറിൻ്റെ ആവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല നൈസായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് നമുക്കിത് മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട ഉടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അവസാനം പറയാം ഞാൻ എത്ര വെള്ളം ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം. ഒരു ഫോർക്കിൻ്റെ സഹായത്തോടു കൂടി മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടകൾ ഉടഞ്ഞു കിട്ടും. അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി കേട്ടോ. പിന്നെ മിക്സി വാഷ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ജസ്റ്റ് അതുമല്ലൊന്ന് കോട്ടായാൽ മാത്രം മതി. അല്ലാണ്ട് പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തിക്കായിട്ടുള്ള ബാറ്റർ വേണ്ട. അതിൻ്റെ ഉപ്പും ഇതിൻ്റെ സ്പൈസ് ലെവലൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇപ്പം വെറും വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത്. എല്ലാം പാകത്തിനാണ്. എരിവുണ്ട്, അത്യാവശ്യത്തിന് ഉപ്പുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓരോ പീസ് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണയാണ് വേണ്ടത്. ഈ എണ്ണ മീഡിയം ചൂടാവട്ടെ. മീഡിയം ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസും ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഇട്ട് പൊരിച്ചെടുക്കാം. ഒരുപാട് ഹൈ ആവാൻ പാടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററില്ലേ അതിൽ ഓരോ പൊട്ടറ്റോൻ്റെ പീസ് മുക്കുക. എന്നിട്ട് മാക്സിമം അതിൽ നിന്ന് അങ്ങ് കുടഞ്ഞ് കളയുക.
എന്നിട്ട് ഓരോ പീസായിട്ട് അങ്ങ് ജസ്റ്റ് ഇതിലൊരു ലെയറായിട്ട് വളരെ നൈസായിട്ടുള്ളൊരു കോട്ടിങ് മാത്രം മതി. കാരണം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ വെഡ്ജസിൻ്റെ തന്നെ ആ ഷേപ്പ് മാറിപ്പോവും. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു നൈസ് ലെയർ ഓഫ് കോട്ടിങ് അത്ര മതി കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിടാം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് തിക്കായിട്ടുള്ള ലെയർ വരുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. കാഴ്ചയിൽ നമുക്ക് എന്താ പറയുക പൊട്ടറ്റോ വെഡ്ജസിൻ്റെ ലുക്ക് വരില്ല. അപ്പോൾ ലൈറ്റായിട്ടൊരു കോട്ടിങ്, ഒരു നല്ലൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടി ലൈറ്റായിട്ടൊരു കോട്ടിങ് മാത്രം മതി. പിന്നെ മീഡിയം ചൂടുള്ള എണ്ണയിലോട്ട് ഇടുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കതങ്ങ് റെഡിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ സമയം എടുത്ത് ഒരു 10 മിനിറ്റോളം എടുത്ത് നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി അങ്ങ് വെക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കൂ, പറയാൻ പറ്റുമല്ലോ. ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു അളവിൽ ഉണ്ടാക്കി നോക്കും. ഒരു പൊട്ടറ്റോ എടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഏകദേശം ആവാറായിട്ട് കേട്ടോ. ഗോൾഡൻ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ആവാനുണ്ട്. പിന്നെ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിച്ച് കളർ ഭയങ്കരമായിട്ട് കരിച്ച് പോലെ കൊണ്ടുവരും. അപ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണം, ഈ ചൂട് എപ്പോഴും സൂക്ഷിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ എത്തുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോൾ നന്നായി മനസ്സിലാവും. പിന്നെ ഇച്ചിരി ചൂടാറിയതിന് ശേഷം കഴിച്ചാൽ മാത്രമാണ് റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പെട്ടെന്ന് തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വായ പൊള്ളുകയും ചെയ്യും. മാത്രമല്ല റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവാനേ പറ്റില്ല. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം കഴിച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഉപ്പിൻ്റെ എരിവിൻ്റെ ഒക്കെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ മാത്രം മതി. വേറെ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുകയാണ് കേട്ടോ. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. പിന്നെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരും. അത് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി നമുക്കൊരു സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാച്ചും വറുത്തെടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം നിങ്ങൾക്ക് ആ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാം, കഴിച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം. എനിക്ക് ഒരു 15 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഇതുപോലെ ഗോൾഡൻ കളർ ആയി കിട്ടാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ അടപ്പിൻ്റെ അതനുസരിച്ചും മാറ്റങ്ങൾ വരും. എന്നാലും ഏകദേശം ഈ കളർ നോക്കിയിട്ട് എടുത്താൽ മതി. അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊരു 3 ബാച്ച് കേട്ടോ. 3 ബാച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് കോരി മാറ്റാം. സംഭവം നല്ല ക്രിസ്പിയാണ്, ഇച്ചിരി സ്പൈസിയാണ്. ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതിനേക്കാളും നല്ലതാണ് ആക്ച്വലി. ഇപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ഇട്ട് കൊടുത്തുവിടാൻ പറ്റും. ചൂടാറിയതിന് ശേഷം ടിഫിൻ ബോക്സിൽ വെച്ചാൽ മതി. പിള്ളേർക്ക് ഒരു ഹാപ്പി ആവും. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ പൊട്ടറ്റോ വെഡ്ജസ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ആക്ച്വലി അല്ലേ. എൻ്റെ പിള്ളേരൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും കോരി എടുക്കുകയാണ് ഞാൻ. അപ്പോൾ എന്താ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റ് ചില്ലി സോസാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കെച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പ് കൂട്ടി കഴിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് കൂട്ടി കഴിക്കണമെങ്കിൽ വെറുതെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. സ്വീറ്റ് ചില്ലി സോസ് ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാം. അടിപൊളി, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എപ്പോഴും ചൂടോട് കൂടി, അതായത് ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ആണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം വറുത്തെടുത്താൽ മതി. അല്ലാണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കേണ്ട. പിന്നെ പിള്ളേർക്ക് ഇപ്പോൾ ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് എങ്ങനെ കൊടുത്താൽ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിതേപോലെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇടുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ മറക്കരുത്. എന്നോട് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. And 113 or 130? 114. 115. എന്തൊരു സംഭവം ലേലം വിളിക്കുന്നു? Nobody's taking that right. 200? No. Final? No. Nobody's taking it for 200. Yeah, he is fine for 2. Yeah. Yeah, but not maybe other than him, nobody's taking it because that's higher than the actual price. That's fine. I still don't like it. That's your fault. So does whose has Palma? No, that's my game. You have Palma? No. Oh no, that doesn't even get full color from them.